ओ साया मेरा है तू और मैं तेरा, तू दिखे या तू दिखे या तू दिखे या ना दिखे तू, तेरी खुशबू खूब खूब, इश्क है ये इश्क है, इश्क है ये इश्क है. കേളി നളിനം എന്ന് പറയുന്നൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് സ്റ്റാർ സിംഗറിൽ. കേളി നളിനം പാടി പാടി മനസ്സിൽ നീ വ്രീള, അങ്ങനെയൊക്കെ വാക്കുകളുണ്ട്, വ്രീള എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ കേളിയും വ്രീളയും കൂടെ കണക്ട് ആയിട്ട് ഞാൻ പാടി ക്രേളി എന്നായിപ്പോയി. പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല, പക്ഷെ വിധിച്ചേട്ടൻ സ്പോട്ട് ചെയ്ത് പൊക്കി. വഴുതക്കാട് വുമൻസ് കോളേജ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ട്. അപ്പോൾ ഞാനും അച്ഛനും കൂടെ പോയത്. പരിപാടിയും കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങി വണ്ടി കയറുമ്പോൾ അച്ഛൻ എനിക്കൊരു പേപ്പർ വന്നു. വേറെ ആ കുട്ടി വന്നതെന്ന് പറഞ്ഞ് അച്ഛനത് മനസ്സിലായിട്ടില്ല, ഡ്രൈവറാന്ന് വിചാരിച്ചത്. 7 റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മളെ ജഡ്ജ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് അത് സ്റ്റാർ സിംഗറിലെ ജഡ്ജസ്, നമ്മുടെ സിത്താര ചേച്ചി, വിധുചേട്ടൻ, ചിത്രാമ്മ. ആ പാട്ടിനെ അതിന്റെ കമ്പോസർ എങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കണേ, അതിന്റെ ആ ഭംഗി അല്ലെങ്കിൽ ആ ഒരു പാട്ടിന്റെ ആത്മാവ് നഷ്ടപ്പെടാത്ത രീതിയിൽ ഇംപ്രവൈസ് ചെയ്യണേ കുഴപ്പമില്ല. ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാൻ, ഓഹോ കൊണ്ടുവാൻ. മോഹൻലാൽ ബിയോണ്ട് ബോർഡേഴ്സ് എന്നായിരുന്നു പരിപാടിയുടെ പേര്. അതിന് ലാലേട്ടൻ വന്നു, ലാലേട്ടന് മുമ്പിൽ പാടാൻ പറ്റി, ലാലേട്ടൻ്റെ കൂടെ പാടി. ഹായ് വ്യൂവേഴ്സ്, ദിസ് ഇസ് ജുവൽ ഫ്രം yes27 മീഡിയ. ഇന്നത്തെ നമ്മുടെ ഷോയിന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അരവിന്ദ് ദിലീപ് നായർ ആണ്. ഹലോ അരവിന്ദ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, ഹാപ്പിയാണ്? വെരി ഹാപ്പി. അപ്പൊ നമുക്കൊരു പാട്ടിൽ തന്നെ തുടങ്ങാം, കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. പക്ഷെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും പാട്ട്. ഇത് എന്തുകൊണ്ട് അരവിന്ദിനെ കൂടി പാട്ട് പാടിക്കുന്നതെന്ന് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പാട്ട് ഇതാണ്, ശാന്തമീ രാത്രിയിൽ. ഓക്കെ, ശരി ശരി. ആകാശക്കൂടാരക്കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്, തീരാതിരക്കൈയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്. ആകാശക്കൂടാരക്കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്, തീരാതിരക്കൈയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ, കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. ജും തജും 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 പഠിക്കോ. ജും തജും 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 തജും. ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാൻ, ഓഹോ കൊണ്ടുവാൻ. ലാ 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 ലാ, ഓഹോ ലാ ലാ ലാ. അടിപൊളി, താങ്ക് യു. അത് തന്നെ താങ്ക് യു പറയണല്ലോ, എന്താ വെച്ചാൽ നല്ലതായിട്ട് പാടി. താങ്ക് യു. ഇനി ഈ പാട്ട് ഞാൻ എന്തുകൊണ്ടായിരിക്കും അതൊന്നും കൂടെ പാടിച്ചെന്നുള്ള റീസൺ നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുത്തത്. ലാലേട്ടന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ തുടരും എന്ന് പറയുന്ന സിനിമയിൽ ഇതിന്റെ ഒരു റിക്രിയേറ്റഡ് വേർഷൻ ഉണ്ട്. അത് പാടാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. സിനിമയിൽ എന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ ജുവല് ഒരു സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഓക്കെ, ഇത് കേട്ടിട്ട് ആരെങ്കിലും വിളിച്ചിരുന്നോ നന്നായിട്ട് പാടിയിട്ടുണ്ട്? അല്ലെങ്കിൽ ആക്ച്വലി എന്റെ ഒരു ഫീൽ എന്തായിരുന്നു പറയട്ടെ, നമ്മൾ ഓൾറെഡി നമ്മൾ മനസ്സിലായിട്ട് താലോലിക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് ശാന്തമീ. അപ്പൊ പെട്ടെന്ന് ഞാൻ ഒന്നും കേൾക്കാതെ അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്യാണ്ടാ പോയത് മൂവി കാണാൻ. പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോ എന്റെ അമ്മ എന്ത് രസം. അത് ദാസേട്ടന്റെ വോയിസിനോട് നമുക്ക് എന്താ പറയാ, താരതമ്യം ചെയ്യില്ല. പക്ഷെ ആ എസൻസ് അതുപോലെ കീപ്പ് ചെയ്ത് പാടിയിട്ടുണ്ട്. നല്ല സെലക്ഷൻ ആണ് ഞാൻ പെട്ടെന്ന് ഓർത്ത്. പക്ഷെ എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ, പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ നമുക്ക് കുറെ പേർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത് ഓരോ വോക്കൽ റേഞ്ച് ഉണ്ടല്ലോ ഓരോ സിംഗേഴ്സിന്. എന്റെ വോക്കൽ റേഞ്ച് എന്ന് പറയുന്നത് മിഡും ഹൈയും ആണ്. എന്റെ വോക്കൽ ടെക്സ്ചറൊക്കെ അതിന് പറ്റിയതാണ്. അപ്പോൾ ദാസേട്ടനാണ് പാടിയിരിക്കുന്ന പാട്ട്. അപ്പോൾ ഭയങ്കര അദ്ദേഹത്തിന്റെ സൗണ്ട് നമുക്കറിയാം, ഭയങ്കര ബേസ് വോയിസ് ആണ്. അപ്പോൾ ആ ഒറിജിനൽ പിച്ച് തന്നെ ഞാൻ പാടിയിരിക്കുന്നത്. ഈ സ്കെയില് താഴും തോറും നമ്മുടെ വോയിസും ചെറുതായിട്ട് ചേഞ്ച് ആവും. അപ്പൊ ഞാൻ പാടിയത് എന്റെ കംഫർട്ടബിൾ പിച്ചിലാണ് ഇപ്പോൾ പാടിയത്, ഒറിജിനൽ പിച്ചിലല്ല. അപ്പോൾ താഴെ പാടുമ്പോൾ ശബ്ദം വേറെ ആയിരിക്കും, ചെറുതായിട്ടൊരു ബേസ് വോയിസ്, ബേസ് ടോൺ കയറി വരും. അങ്ങനെ പലരും എന്റെ കേട്ടിരിക്കുന്നത്. ഇപ്പൊ സിത്താര ചേച്ചിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയോട് ഞാൻ ചൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ചേച്ചി കേട്ടിരിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് എന്റെ ഈ മിഡും ഹൈ ഉള്ള വോയിസ് ആണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് തിയേറ്ററിൽ പിന്നെ സ്പീക്കേഴ്സിൽ കേൾക്കുമ്പോൾ മൊത്തം ഒരു വ്യത്യാസമാണ്. അങ്ങനെ കുറെ പേര് എൻ്റെ അടുത്ത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു, അരവിന്ദ പാടിയെ. പിന്നെ നോക്കുമ്പോ മനസ്സിലായി, ഭയങ്കര സന്തോഷം. പിന്നെ
എങ്ങനെയാ ഇതിലേക്ക് എത്തിയത്? നമ്മൾ എങ്ങനെ, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നോർമലി നടന്മാർ പറയുന്നൊക്കെ അവർക്ക് ഓഡിഷൻസ് ഉണ്ട്, അവർ ചാൻസ് ചോദിക്കും. സിംഗേഴ്സിന് എങ്ങനെയാ? ഓഡിഷൻ ഒരു കണക്കിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളും അറിയാത്ത ഓഡിഷൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ സ്റ്റാർ സിംഗറിൽ ജേക്ക് സേട്ടനാണ്, ജേക്ക് ലിജാണ് കമ്പോസർ, മ്യൂസിക് ഡയറക്ടർ തുടരും. അപ്പോൾ ജേക്ക് സേട്ടൻ ഒരു ദിവസം ഗസ്റ്റായിട്ട് വന്നിരുന്നു സ്റ്റാർ സിംഗറിൽ. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പാട്ട് പാടാൻ പറ്റി. അങ്ങനെ ജേക്ക് സേട്ടന് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു ദിവസം ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തത്. അന്ന് പാടിയത് ആരറും തന്നെ എന്ന് പറയുന്ന ഒരു സെമി ക്ലാസിക്കൽ പാട്ടാന്ന് പാടിയത്. പക്ഷെ പുള്ളിക്ക് എന്റെ വോക്കൽ ടെക്സ്ചർ ഒന്നൊന്ന് പിടികിട്ടി കാണും, അതുകൊണ്ടായിരിക്കും വിളിച്ചത്. അപ്പൊ അങ്ങനെ ജേക്ക് സേട്ടൻ അല്ല എന്നെ വിളിക്കണം, എന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് മാനേജർ KD വിൻസെന്റ് സാർ ഉണ്ട്, പുള്ളി ഒരു ലെജൻഡാണ്. അപ്പോൾ വിൻസെന്റ് സാറാണ് എന്നെ വിളിച്ചത്. എടാ ഇങ്ങനെ ഒരു പാട്ട് അതൊന്നും പറയണില്ല, പിന്നെ എടാ ഇങ്ങനെ ഒരു പാട്ട് പാടണം, ജേക്സ് വിജയുടെ പാട്ടാണ്. അപ്പൊ ആരാണ് നടൻ, പടം ഏതൊന്നും എനിക്കറിയില്ല, അന്ന് ടൈറ്റിലൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ജേക്ക് സാറിന്റെ പാട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ വരാം ചേട്ടാ. അപ്പൊ എനിക്ക് പിറ്റേന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ടപ്പോൾ ഓക്കെ ശരി. അപ്പൊ പരിപാടിയും കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ചെന്ന് സ്റ്റുഡിയോയിൽ എത്തുമ്പോഴാണ് പാട്ട് ഇതാണെന്ന് അറിയുന്നത്. തരുൺ ചേട്ടനും കൂടെ എന്നെ വിളിച്ചിട്ടുണ്ട്. തരുൺ ചേട്ടനും കൂടെ പറഞ്ഞിട്ടാണ് എന്നെ ഇതിലേക്ക് തുടരുമിലേക്ക് ഞാനൊരു ഭാഗമായത്. അപ്പോൾ തരുൺ ചേട്ടനും ഒരു വലിയ ഷൗട്ട് ഔട്ട് തരുൺ ചേട്ടനും പറയണം. കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്നൊരു പാട്ടാണ്, പക്ഷെ പാടാൻ ഭയങ്കര മൈന്യൂട്ട് സാധനങ്ങളൊക്കെ ദാസാറ് പാടി വെച്ചിട്ടുള്ള പാട്ടാണ്. അപ്പോൾ പാടി വലിപ്പിക്കാൻ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജസ്റ്റിസ് ഡെഫിനറ്റ്ലി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള ഇപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, കേട്ടിട്ടുള്ള കാര്യം അരവിന്ദ് ഒരു പാട്ട് ഒരു സിംഗർ പാടിയ രീതിയിലല്ല അരവിന്ദിന്റേതാക്കി മാറ്റിയിട്ടാ പാടുന്നത്. കറക്റ്റ് ആണോ? നമ്മൾ എന്ന് പറഞ്ഞാൽ അവര് പാടിയേക്കണ സംഗതികളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പറഞ്ഞു, പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടല്ലോ. അപ്പൊ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു വെരി ഇമ്പോർട്ടന്റ് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ശ്രമിക്കാറുണ്ട്. ഇംപ്രവൈസേഷൻസ് കൊണ്ടുവരാറുണ്ട്. ഇംപ്രവൈസേഷൻ എനിക്ക് ഇഷ്ടമാണ് ഇംപ്രവൈസ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ സ്റ്റാർ സിംഗറിൽ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇംബ്രാവറിലൊക്കെ ശങ്കർജിയുടെ ലൈവ് പെർഫോമൻസ് കണ്ടിട്ടും അതിൽ നിന്നൊക്കെ കുറച്ച് ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അത് അവിടുത്തെ മെന്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മിഥുൻ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. കുറെ പരിപാടി അവിടെ മെന്റേഴ്സും ആയിട്ടൊക്കെ ഉള്ള നല്ല ഒരു ബോണ്ടിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ട്രെയിനിങ് ഒക്കെ അവരുടെ അടുത്തുനിന്ന് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ? സ്റ്റാർ സിംഗറിലും ചെല്ലുന്നതിന് മുമ്പും സ്റ്റാർ സിംഗർ കഴിഞ്ഞതിന് ശേഷമുള്ള എന്റെ സിംഗിങ് ഞാൻ തന്നെ വിലയിരുത്തുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ. ഈ ഇംപ്രവൈസേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചാലഞ്ചസ് ഇല്ലേ, കുറച്ച് റിസ്ക് ഇല്ലേ? എന്ന് പറഞ്ഞാൽ അത് ആ പാട്ടിനെ അതിന്റെ കമ്പോസർ എങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കണേ അതിന്റെ ആ ഭംഗി അല്ലെങ്കിൽ ആ ഒരു പാട്ടിന്റെ ആത്മാവ് നഷ്ടപ്പെടാത്ത രീതിയിൽ ഇംപ്രവൈസ് ചെയ്യണേ കുഴപ്പമില്ല. അതല്ലാണ്ട് ഓവറാക്കി ചെയ്യുമ്പോഴാണ് പാളുന്നത്. പുൾ ഓഫ് ചെയ്യുന്നുണ്ട്, 2 തവണയൊക്കെ പാളിയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എന്തായാലും സംഭവിക്കും. ലാലേട്ടനെയൊക്കെ കാണാൻ പറ്റും. ഇല്ല, ലാലേട്ടനെ ഷൂട്ടിന്റെ സമയത്ത് കാണാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഷാർജയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഗൾഫ് മാധ്യമത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ദുബായിൽ, ഷാർജയിൽ. മോഹൻലാൽ ബിയോണ്ട് ബോർഡേഴ്സ് എന്നായിരുന്നു പരിപാടിയുടെ പേര്. അതിന് ലാലേട്ടൻ വന്നു, ലാലേട്ടന് മുമ്പിൽ പാടാൻ പറ്റി. അതും വിധുച്ചേട്ടന്റെ ഒക്കെ കൂടെ ലാലേട്ടന് മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റി. ലാലേട്ടന്റെ കൂടെ പാടി. ആള് വരുമ്പോ ഒരു കറക്റ്റ് ഒരു പുലി വരുന്ന സാധനമാണ്. അതുപോലെ ഈ പാട്ടിനകത്ത് മമ്മൂട്ടിയുടെയും ഇതുണ്ടല്ലോ. പിന്നെ മമ്മൂക്ക അഭിനയിച്ച പടത്തിലെ പാട്ടാണ് അത്. ലാലേട്ടന്റെ പടത്തിൽ റിക്രിയേറ്റഡ് വേർഷൻ അതെനിക്ക് പാടാൻ പറ്റി. ദാസാർ പാടിയത് പരിപാടികളുണ്ട്. രജത്തിന്റെ ഒരു കളിയാണ് ജൂം ബരാബർ പാട്ട്. അതോടെ ഒരു പ്രത്യേക ഇഷ്ടമുള്ള പോലെ തോന്നിയിട്ടുണ്ട്, കാരണം കുറെ ഷോസിൽ അത് പാടിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോ കിട്ടുന്ന നമ്മുടെ പ്രേക്ഷകരുടെ ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സ്നേഹവും സപ്പോർട്ടും വരാനുള്ള മെയിൻ കാരണങ്ങളിലൊന്നാണ് പാട്ടുകളിലൊന്നാണ് ജൂം ബറാബർ. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി എന്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. ഹിന്ദിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിക്ഷൻ ഒക്കെ നല്ല രസം. എനിക്ക് തോന്നുന്നു ഹിന്ദി അറിയാൻ തോന്നുന്നു. റിയാലിറ്റി ഷോ ഞാൻ ഹിന്ദി റിയാലിറ്റി ഷോസിൽ ഉണ്ടായിരുന്നു. അവിടെ 1-2 വർഷത്തോളം ഉണ്ടായിരുന്നുണ്ട്. അവിടെ പിന്നെ പെട്ടെന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യം വന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ ഹിന്ദി പഠിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര ഫ്ലുവന്റ് അല്ല. അതുകൊണ്ട് എനിക്കറിയില്ല, ഹിന്ദി ഒന്നും അറിയില്ല. ഹിന്ദി സംസാരിക്കാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ചോദ്യം ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഹിന്ദിയിൽ ഇന്റർവ്യൂ ചെയ്തു? കുഴപ്പമില്ല,
പക്ഷെ എനിക്ക് ചോദ്യം ചോദിക്കാൻ അറിയത്തില്ല. നന്നായി. ഞാനൊക്കെ വിചാരിച്ചു എത്ര കോൺഫിഡന്റ് ആയിട്ടാ ചെയ്യുന്നത് അല്ലേ. ഐഡിയ സാസേവെ തന്നെ പാടിയ ഒരു പാട്ട് കേട്ടിട്ട് കൈലാസ് മേനോൻ സാറും ഇതുപോലെ അപ്രോച്ച് അങ്ങോട്ട് മെസ്സേജ് അയച്ചു. ആക്ച്വലി എടുത്തു പറയേണ്ടത്, എന്നെ ഷോ കണ്ടിട്ട് ഇങ്ങനെ കൈലാസ് ചേട്ടൻ എന്നെ റെഫർ ചെയ്തത് നമ്മുടെ ഇവിടെ ഗാന്ധിനഗറിൽ K7 എന്ന് പറയുന്ന സ്റ്റുഡിയോ ഉണ്ട് ശങ്കരേട്ടൻ്റെ. അപ്പോൾ K7 സ്റ്റുഡിയോയിലെ ഓൾ ഇൻ ഓൾ സ്റ്റുഡിയോ മാനേജർ പ്ലസ് പുള്ളി സൗണ്ട് എഞ്ചിനീയറാണ് മോഹൻദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മോഹൻ ചേട്ടനാണ് കൈലാസ് ചേട്ടനെ കാണിച്ച് ഇങ്ങനെ ഒരു പയ്യനുണ്ട്. അപ്പോൾ എനിക്കറിയാം മോഹൻ ചേട്ടനെ നേരിട്ട് അറിയാം. ഞാൻ K7 റെക്കോർഡ് ചെയ്യാൻ പോകാറില്ല. അപ്പോൾ മോഹൻ ചേട്ടനാണ് ഇങ്ങനെ സാഹിബ എന്ന് പറയുന്ന പാട്ട് ആദ്യം കണ്ടിട്ടാണ് മോഹൻ ചേട്ടനാണ് കൈലാസ് ചേട്ടനെ ഇങ്ങനെ കാണിച്ചു. പിന്നെ ഞാൻ നേരിട്ട് ചെന്ന് കൈലാസ് ചേട്ടനെ കണ്ട് കൈലാസ് ചേട്ടൻ പാട്ടുകളൊക്കെ കേട്ട് കുറെ ഡിവോഷണൽ സോങ്സ് ഇടയ്ക്ക് ചെയ്തിരുന്നു. ചെയ്തിരുന്നു. കൈലാസ് ചേട്ടൻ്റെ ആദ്യം പാടുന്നത് രാഹിൽ മകൻ ഗോര എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. അതും മൃദുല ചേച്ചിയുടെ കൂടെ ഉള്ളൊരു ഡ്യുവറ്റ് ആയിരുന്നു. മിണ്ടാതെ തമ്മിലൊന്നും മിണ്ടിടാതെ കൺമൂടി ഇങ്ങനെ പാട്ട് പോയി കൈലാസ്. പിന്നെ കൈലാസേട്ടന് കുറെ ട്രാക്ക് പാടി. പിന്നെയും 2 സിനിമകൾക്ക് പാടി. കൈലാസേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടി. ഞാൻ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങോട്ട് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഐഡിയ സാസിങ്ങിലൂടെ ആൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. അതൊരു വലിയ ട്വിസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് കൈലാസേട്ടന്. ആദ്യം കൈലാസേട്ടനെ മെസ്സേജ് അയക്കണേ കോളേജിലൊരു ഞാൻ SS പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ജീവാംശമായി ഒക്കെ ഇറങ്ങിയ സമയമാണ്. അപ്പോൾ ഒരു ഫംഗ്ഷന് ഗസ്റ്റായിട്ട് വരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി കൈലാസേട്ടൻ്റെ നമ്പർ വേറെ സിംഗറിൻ്റെ ആയിരുന്നു. കൈലാസേട്ടൻ്റെ മെസ്സേജ്, അങ്ങനെയാണ് ആദ്യം കോൺവെർസേഷൻ. പിന്നെ ഞാൻ ചോദിച്ചാലോ ചാൻസ് ചോദിക്കാതെ പിന്നെ ചാൻസ് ചോദിച്ച് വെറുപ്പിക്കലേ. കാരണം ഇഷ്ടംപോലെ സിംഗേഴ്സ് ഉണ്ട്, പുള്ളിക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസും ഉണ്ട്. അപ്പം നമ്മുടെ മെസ്സേജ് നോക്കാം. പുള്ളി തിരക്കുവാണ്. അപ്പോൾ നമുക്ക് മെസ്സേജ് ഒന്നും അങ്ങനെ കാണൽ നടക്കില്ലല്ലോ. പിന്നെ ഭാഗ്യവശാൽ ശാസിംഗർ കണ്ട് ശാസിങ്ങളിലൂടെ മൊത്തത്തില് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ, നടന്നിട്ടുള്ളൂ. പറഞ്ഞ പോലെ കുറെ ആൾക്കാർക്കെങ്കിലും ഒരു ആകാംക്ഷ കാണും, പ്രൈസ് മണി കിട്ടിയോ അതെന്ത് ചെയ്തു അന്ന് പറഞ്ഞിരുന്നു നല്ല ഇത്ര ഉപയോഗിക്കുള്ളൂ എന്ന്. പിന്നെ കിട്ടി എന്തിനാ ഉപയോഗിച്ചതോടെ പറയാൻ പറ്റും. അന്ന് 2 ആഗ്രഹങ്ങൾ പറഞ്ഞായിരുന്നു. അന്നത്തെ ഇന്റർവ്യൂസ് ആയാലും അന്ന് സംസാരിക്കുന്ന സമയത്തായാലും പറഞ്ഞൊരു വലിയൊരു ആഗ്രഹം, 1 ബാൻഡ് ക്രിയേറ്റ് ചെയ്യുക, 2 ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യുക. ആ ആഗ്രഹത്തിലേക്ക് എത്തിയോ? ബാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഏഡിയൻ ലൈവ് എന്നാണ് ബാൻഡിന്റെ പേര്. അരവിന്ദ് ദിലീപ് നായർ ലൈവ്. അപ്പൊ ബാൻഡ് ഞങ്ങളൊരു ഷോ ചെയ്തു ഇവിടെ DS ഗ്രൗണ്ടിൽ, എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലൊരു ഷോ ചെയ്തു. അടിപൊളി ഷോ ആയിരുന്നു. സ്റ്റുഡിയോ സെറ്റ് ചെയ്യാനുള്ള ആഗ്രഹം അത് വഴിയെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ബാൻഡ് എന്നുള്ള സാധനം ഓണായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ പണിപ്പുരയിലാണ്. കുറേ പരിപാടികളുണ്ടല്ലോ, അതിൻ്റെ പാട്ടുകൾ സെറ്റ് ചെയ്യണം, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളായിരിക്കണം. പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറേ വർക്കുകൾ ചെയ്ത് ആൾക്കാരെ അറിയിക്കണം ബാൻഡ് ഇങ്ങനെ ഓണായി. കാരണം എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ, നിങ്ങളൊക്കെ വേണം സഹായിക്കാൻ ബാൻഡ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ. അപ്പോൾ ബാൻഡിൻ്റെ പേര് ഏഡിയൻ ലൈവ്. അപ്പോൾ എല്ലാവരും ഉടനെ ഞങ്ങളുടെ വർക്ക് ഉടനെ ഇറങ്ങുന്നതായിരിക്കും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബാൻഡിൻ്റെ പിന്നിൽ ഒരു വലിയ ടീമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ബാൻഡ് ഓണാക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അരവിന്ദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേര് ദിലീപേട്ടന്റെ പേരായിരിക്കും അല്ലേ? അച്ഛൻ ഒരു ബാക്ക് ബോൺ തന്നെയാണ്. അച്ഛൻ പൊതുവെ ഒരു കൂൾ ഹെഡഡ് മനുഷ്യനാണ്. അച്ഛനെ ഒന്നിനെ പറ്റിയും വലിയ ടെൻഷനൊന്നുമില്ല. ഉണ്ടാവുമായിരിക്കും, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. എല്ലാ റിയാലിറ്റി ഷോയിലും കൊച്ചിലോട്ടെ ഏത് റിയാലിറ്റി ഷോയിലും പോയാലും അച്ഛനാണ് കൂടെ. ഈ ജോലി തിരക്കിന്റെ ഒക്കെ ഇടയിലാണ് അച്ഛൻ കയറുന്നത്. ആ സമയത്ത് എനിക്ക് ബോധമില്ലായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ, ഈ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ടാണ് അച്ഛൻ കൂടെ വരുന്നത്. ചെറുപ്പത്തില് ഇത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എന്നല്ലേ പറഞ്ഞ പാട്ട് പഠിക്കുന്നത്? എന്നെ പാട്ടിന് ചേർക്കുന്നത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, 6 വയസ്സുള്ളപ്പോ. പാട്ടിന് ചേർക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ പോകെയാണ്. കാരണം ആ സമയത്ത് നമുക്ക് പാട്ട് മനസ്സിലാക്കാനുള്ള, പാട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണല്ലോ നമുക്കൊരു അതിനോടുള്ളൊരു ഇതാണ് നമ്മുടെ സാധനം എന്ന് മനസ്സിലാകുന്നത്. 4th സ്റ്റാൻഡേർഡിലാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഇങ്ങനെ എന്നെ ഒരു ലൈറ്റ് മ്യൂസിക്കിനെ ചേർത്ത് ചിൽഡ്രൻസ് ഡേ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, അതിന് വിട്ടിട്ടാണ്. രേണുക മിസ് ഹിന്ദി ടീച്ചറായിരുന്നു. രേണുക മിസ് ആണ് ഇങ്ങനെ കോമ്പറ്റീഷന് ചേർത്ത്. പിന്നെ അന്ന് പ്രൈസ് അടിച്ചു. പ്രൈസ് അടിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു എൻകറേജ്മെന്റ് ആയല്ലോ, പാടാൻ രസമുള്ള പരിപാടിയാണെന്ന് വിചാരിച്ച് പിന്നെ മുന്നോട്ട് പോയതാണ്. അവിടെ നിന്നാണ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. പിന്നെ MBA പ്ലാൻസ് ഇല്ലായിരുന്നോ? അപ്പൊ അത് എങ്ങനെയാ കണ്ടിന്യൂ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നുണ്ടോ? ഉദ്ദേശിക്കുന്നുണ്ട്, ഉടനെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇതിന്റെ കൂടെ തന്നെ ഞാനിത് BBA കംപ്ലീറ്റ് ചെയ്താണ് SH. BBA കഴിഞ്ഞ ഉടനെ ഒരു വർഷം ബ്രേക്ക് എടുത്തിട്ട് MBA ചെയ്യാന്നുള്ള പ്ലാനിലിരിക്കുകയായിരുന്നു. ആ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്താണ് ശാസ്ത്രജ്ഞർ വന്നത്.
പിന്നെ അതിലേക്ക് കയറി. ഇപ്പൊ എന്തായാലും MB എടുക്കല് ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ ചെയ്യാം. ഇതില് ഭയങ്കര ഹാപ്പി അല്ലേ? അതെ. കംഫർട്ടബിൾ ഇതല്ലേ? അമ്മയുടെയൊക്കെ ആഗ്രഹം ഞാൻ MB കൂടെ ചെയ്യണം. എഡ്യൂക്കേഷൻ അവരുടെയും കൂടെ ഹാപ്പി ആക്കണല്ലോ. അമ്മുക്കുട്ടിയും കൂടെ ആണ് അല്ലേ? അമ്മക്കുട്ടിയാണ്. അമ്മുക്കുട്ടി ഫൈൻ. ഐ ആം പ്രൗഡ്. അങ്ങനെയാണെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് പാടാം. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ നീരവരാവിൽ ശ്രുതി ചേർന്ന വിണ്ണിൽ മൃദുരവമായി നിൻ ലയമഞ്ജരി മൗനം സ്വരമായി എൻ പൊൻവീണയെ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതേ ദൂരെ. ഓ താങ്ക് യു അഗൈൻ. വെൽക്കം. ഈ നോർമലി ഈ പാട്ട് പഠിക്കുന്ന സമയത്തെ എങ്ങനെയാ ആദ്യം ലിറിക്സ് ആണോ പഠിക്കുന്നത്, അതോ ആദ്യം അതിന്റെ സംഗതി എങ്ങനെയാ, അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ? അത് ചില പാട്ടുകളുടെ ട്യൂൺ ആയിരിക്കും നമുക്ക് ആദ്യമേ സ്ട്രൈക്ക് ചെയ്യുക. ചില പാട്ടുകളുടെ ലിറിക്സ് ആയിരിക്കും നമ്മൾ ഒറ്റ തവണ കേൾക്കുമ്പോൾ തന്നെ ചില പാട്ടുകളുടെ ട്യൂൺ നമ്മുടെ തലയിൽ അങ്ങോട്ട് സ്റ്റോർ ആവും. പിന്നെ ലിറിക്സ് അങ്ങോട്ട് ജസ്റ്റ് പഠിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഫിക്സഡ് പ്രോസസ് ഒന്നുമില്ല. ഏതാണോ ആദ്യം തലയിൽ കയറുന്നത് അതിനിടയ്ക്കുള്ള ഈ വൈബ്രേഷൻസ് അതിന്റെ സംഗതികളൊക്കെ ഡീറ്റെയിലിംഗ് പിന്നെ നമ്മൾ ഈ കുത്തിയിരുന്നു പിന്നെ പഠിക്കണം. പക്ഷെ ലിറിക്സ് മാക്സിമം മനസ്സിലാക്കി പാടാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. മിക്ക ഭാവം കിട്ടണമെങ്കിൽ ലിറിക്സ് അങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ടെക്നിക്കാലിറ്റി ആണ് നോക്കുന്നത്, അതിന്റെ ഇമോഷണൽ സൈഡാണ്? ഇമോഷണൽ സൈഡ് അതാണ് നോക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു പാട്ട് പാടുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ആ സോള് നഷ്ടപ്പെടാണ്ട് പാടുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയുള്ള സംഗതിയൊക്കെ വേണം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കയ്യിലെടുക്കാനും. പിന്നെ അതൊക്കെ ഒരു മേക്ക് ബിലീഫ് പരിപാടികളാണ്. ലാലേട്ടൻ പറയുന്ന പോലെ ആൾക്കാരെ രസിപ്പിക്കുക, പിന്നെ ആൾക്കാരെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുന്നിട്ടെന്നൊക്കെ ആൾക്കാരെ ഒരു ഇതാക്കാൻ വേണ്ടി ഗിമ്മിക്സ് ആണ് ഇതൊക്കെ സംഗതികളൊക്കെ. പക്ഷെ മെയിനായിട്ട് വേണ്ടത് ആത്മാവ് ഇഷ്ടപ്പെടാണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ സെഗ്മെന്റിലേക്ക് പോവാം. ഇന്ന് വരെ ഗായകർക്കാരും കൊടുക്കാത്ത ഫ്രഷ് സാധനം, ഓരോ ഫീലിങ്സിന് അനുസരിച്ച് പാട്ട് പാടുക അല്ലേ? ഇപ്പം ഓരോ ഫീലിംഗ് ഞാൻ പറയാം, അതിനനുസരിച്ചുള്ള ആ ഫീലിംഗിനെ പറ്റിയിട്ടുള്ള പാട്ട്. ഒരു പാട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോ കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഉറക്കം വരുമ്പോ, അതായത് ഉറങ്ങി തൂങ്ങിയിരിക്കത്തില്ലേ, ദൈവമേ എനിക്കെന്തിനീ വിധി. റൊമാൻറ്റിക് ആണോ? അറിയില്ല. അതെ, കുഴപ്പമില്ല. പാട്ടൊക്കെ പാടുമ്പോ എന്തായാലും റൊമാൻസ് ഒക്കെ കൊണ്ടുവരണല്ലോ. അതെ അതെ, ആ ഒരു ഫീലില് അല്ലെങ്കിൽ റൊമാൻറ്റിക് എന്ന് കേൾക്കുമ്പോ ഓർമ്മ വരുന്ന പാട്ട് പെട്ടെന്ന് മനസ്സിലിപ്പോ റൊമാൻറ്റിക് കേൾക്കും. പൂക്കളെ വിടുങ്കൾ, അവൾ വന്ന് വിട്ടാൾ, അവൾ വന്ന് വിട്ടാൾ. അത് പെട്ടെന്ന് ഓർമ്മ വന്നു. റൊമാൻറ്റിക് എന്ന് പറയുമ്പോ കുറെ പാട്ടുകൾ. എക്സാം സമയത്ത്, അതായത് എക്സാമിന് ഇരിക്കുമ്പോഴോ അല്ല എക്സാമിന് പഠിക്കുന്ന സമയത്തോ ടെൻഷൻ ഒക്കെ വരത്തില്ലേ? ആ സമയത്ത് ടെൻഷൻ വരുമ്പോ ഞാൻ കൂടുതൽ സംഗതിയുള്ള പാട്ടുകളാണ് പാടുക. ഈ ഭാവയാമി പാട്ടുകളാണ് ഇഷ്ടം. എനിക്ക് പഴയ പാട്ടുകൾ. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം, കണ്ണിനു സായൂജം നിൻ രൂപം, ഇതൊക്കെ പാടുമ്പോ എന്താ പറഞ്ഞാൽ എനിക്കിതൊക്കെ പണ്ടത്തെ പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ ദക്ഷിണാമൂർത്തി സാറിന്റെ പാട്ടുകൾ, സന്ധ്യക്കെന്തിനു സിന്ദൂരം, ഇതൊക്കെ പാടുമ്പോ ഞാനൊന്ന് ശ്രാവണ ചന്ദ്രിക പൂച്ചൂടി, ഇതൊക്കെ പാടുമ്പോഴാണ് ഞാനിതൊക്കെ. പിന്നെ സംഗതികളൊക്കെ പാട്ട് പാടുമ്പോ ശരച്ചാറിന്റെ പാട്ടുകളുണ്ടല്ലോ, ഭാവയാമി പാടുമെന്റെ, ഈ പാട്ട്, എന്തൊക്കെ പാട്ടുകൾ പാടുമ്പോഴാണ് ശരത് പാട്ടാന്ന് തോന്നും. പിന്നെ എനിക്ക് ഇതൊക്കെ പാടുമ്പോഴാണ് ഒരു പ്രത്യേക വേദന എടുക്കും. അകലേ അകലേ ആരോ പാടും, ഈ പാട്ട്. സിതാർ ചേച്ചി ഓൾ ടൈം എപ്പോഴും ഒരു മെന്റർ പോലെയാ. പിന്നെ അല്ലേ? ഞാൻ ഒരു 7 റിയാലിറ്റി ഷോയില് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ
നമ്മളെ ജഡ്ജ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്, ഐ മീൻ കമ്പാരിറ്റീവ്ലി, ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല നമ്മളെ, കാരണം നമുക്ക് വേറെ റിയാലിറ്റി ഷോയിലൊന്നും ജഡ്ജസായിട്ട് നമുക്ക് ഇത്ര ഒരു ബോണ്ടിങ് വന്നിട്ടില്ല. അത് സ്റ്റാർ സിംഗറിലെ ജഡ്ജസ്, നമ്മുടെ സിത്താര ചേച്ചി, വിധുചേട്ടൻ, ചിത്രാമ്മ. നിങ്ങൾ പാടുമ്പോൾ ആക്ച്വലി അവർക്ക് ടെൻഷൻ ഒരു പാട്ടില്ല ശങ്കരാന്ന് തോന്നുന്നു ലാസ്റ്റ് ആയിപ്പോയത് പാട്ടിയത് ഓർമ്മിക്കുന്നില്ല. എനിക്ക് കൂടുതൽ കണക്ഷൻ സിത്താര ചേച്ചിയായിട്ടാണ്. കാരണം വിധുചേട്ടനായിട്ടും ഉണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ കാണുന്ന സിത്താര ചേച്ചിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഇപ്പൊ ഷോസ് വരുമ്പോൾ ചേച്ചിയുടെ ബാൻഡിൽ ഞാൻ പാടാൻ പോകാറുണ്ട്, ഞാൻ ഫീച്ചറിങ് ആർട്ടിസ്റ്റായിട്ട്. ഇപ്പൊ സീസൺ 10 പോയിരുന്നു. സീസൺ 9 പിള്ളേര് സീസൺ 10 സീനിയേഴ്സ് വേഴ്സസ് ജൂനിയേഴ്സ് എന്ന് പറയുന്ന റൗണ്ടിൽ പോയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പാടാൻ കയറുമ്പോൾ ചേച്ചി പറയാ, എനിക്ക് നീ പാടാൻ കയറുമ്പോൾ എനിക്കാ ടെൻഷൻ എന്നൊക്കെ ചേച്ചി പറയുമ്പോൾ നമുക്കത് ഒരു പിന്നെ അത്ര സ്നേഹമാണ്. അതുപോലെ ഇപ്പൊ ഞാൻ ശങ്കരയുടെ കാര്യം പറയാം, കാരണം അന്നേരം ലാസ്റ്റ് ആ പോകുന്ന സമയത്ത് ചിത്ര ചേച്ചിയാണല്ലോ അയ്യോ പോയി കളഞ്ഞു, സിദ്ധാർത്ഥ അയ്യോ ആ എക്സ്പ്രഷൻ കാണാൻ മനസ്സിലാവും. നമ്മുടെ അമ്മമാരിരുന്ന് നമുക്ക് വേണ്ടി ഇത് അത് എല്ലാവരുടെയും കാര്യത്തില്ല കേട്ടോ, ജസ്റ്റ് ഫോർ യു എല്ലാവർക്കും വേണ്ടി അതേ ഒരു കൺസിഡറേഷൻ 100%. പിന്നെ ഓക്കെ, വേറെ എവിടെ നിന്ന് നമുക്ക് ഇത്ര ജഡ്ജസിന്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്ര സപ്പോർട്ട് കാണില്ല. കാരണം അവരായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടണില്ല ഇവിടെ. പക്ഷെ ഫുൾ ജോളിയാണ് നമ്മുടെ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ സ്വന്തം ചേട്ടൻ ചേച്ചിയോടെ നമ്മൾ എങ്ങനെ പെരുമാറൂ, അതുപോലെ എല്ലാം വഴക്കുണ്ടാക്കാം, നമുക്ക് ദേഷ്യപ്പെടാം, എന്താ പറയാ, എന്ത് കോമഡിയും ചളിയും അടിക്കാം, അവർക്ക് തിരിച്ചു. വിന്നർ ആയ സമയത്ത് കുറച്ച് കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അപ്പൊ അന്നേരം കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും എന്താ എന്നോട് ഇങ്ങനെ അല്ലേ, അതൊക്കെ ഓക്കെ ആയോ? അത് നമ്മൾ അപ്പോഴേ ഓക്കെയാണ്, കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്, അവരവരുടേതായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്, പേഴ്സണൽ ഒപ്പീനിയൻ, അതൊക്കെ നമ്മൾ അപ്പോഴും ഓക്കെ. അപ്പോഴും ഓക്കെ. അവിടെ നിങ്ങൾ വന്നിട്ട് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോ എന്ത് തോന്നുന്നു? ആ ഒരു വിഷമത്തിൽ ഇതിലൊക്കെ മറ്റേ സാധനം, മറ്റേ കരുണാകരൻ സാറിന്റെ തിരിഞ്ഞു നോക്കുമ്പോ എന്ത് തോന്നുന്നു. പിന്നെ അത് ഒരു ഭയങ്കര ലൈഫ് ചേഞ്ചിങ് സംഭവമാണ് സ്റ്റാർ സിംഗർ നമുക്ക് തന്നത്. കുറെ പേരുടെ സ്നേഹം നമുക്ക് അറിയാൻ പറ്റുക ത്രൂ മെസ്സേജ്, അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടാണ്. ഷോസിനൊക്കെ പോകുമ്പോൾ നേരിട്ട് അവരുടെ സ്നേഹം അറിയിക്കുക, ആൾക്കാർ നമ്മളെ തിരിച്ചറിയുക. ഇതൊക്കെ ഞാൻ കള്ളം എന്തിനാ പറയണത്, നമ്മൾ ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ള. കുറെ പേർക്ക് ആൾക്കാർ നമ്മൾ സംസാരിക്കാൻ വരുമ്പോൾ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എനിക്കൊക്കെ ഞാനത് സ്വപ്നം, എനിക്ക് ആൾക്കാർ സംസാരിക്കണം, ആൾക്കാർ എന്നെ കണ്ട് തിരിച്ചറിയണം. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ നോക്കും ആരും തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. സെലിബ്രിറ്റി സ്റ്റേറ്റസിലേക്ക് ഞാൻ എത്തിന്ന് പറഞ്ഞപ്പോ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇത് സെലിബ്രിറ്റി സ്റ്റേറ്റസ് വന്നില്ലേ, എല്ലാരും തിരിച്ചറിയാന്ന് പറയുമ്പോ അത് ആളെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണല്ലോ ആള് സെലിബ്രിറ്റി ആണ്. അത് സെലിബ്രേറ്റ് കുഴപ്പമില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പണ്ട് അമ്മമാരൊക്കെ ആയിരുന്നു എന്റെ നന്ദൂസിനെ പോലെ ഉണ്ട് കാണാൻ. അപ്പൊ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗേൾസ് ഫാൻസ് ഒന്നും വന്നിട്ടില്ല, വരട്ടെ എന്നൊക്കെ. എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഗേൾസ് യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാം ചോദിക്കാറൊക്കെ ഉണ്ടോ ചേട്ടൻ സിംഗിൾ ആണോ, റെഡി ടു മിംഗിൾ ആണോ? ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ട്രിവാൻഡ്രത്ത് ഞാനിങ്ങനെ വുമൻസ് കോളേജിൽ, കുട്ടി കണ്ടോന്ന് അറിയില്ല, വുമൻസ് കോളേജ് വഴുതക്കാട് വുമൻസ് കോളേജ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചു വേറൊരു പരിപാടിക്ക്. അപ്പോൾ ഞാനും അച്ഛനും കൂടെ പോയത്. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ ഇറങ്ങി, പ്രിൻസിപ്പളിനെ കണ്ട് പരിപാടിയൊക്കെ കയറി. പരിപാടിയും കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ തിരിച്ച് അവരുടെ അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത്, അപ്പോൾ അച്ഛൻ വണ്ടിയിലിരിക്കുക, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇറങ്ങി വണ്ടി കയറുമ്പോൾ അച്ഛൻ എനിക്കൊരു പേപ്പർ വന്നു, വേറെ ആ കുട്ടി വന്നതെന്നും പറഞ്ഞ് അച്ഛനാ പിള്ളേരെ കൊണ്ടുപോയി ഒരു കത്ത് കൊടുക്കുന്നത്. അച്ഛനാന്ന് മനസ്സിലായിട്ടില്ല, ഡ്രൈവറാന്ന് വിചാരിച്ചത്. എൻ്റെ അച്ഛനും വണ്ടി കൊടുത്ത് അച്ഛനേക്ക് പേപ്പർ എഴുതേടാ ആ കുട്ടിയാണെന്നും പറഞ്ഞ് ഒളിച്ചിരിക്കണം ആ കുട്ടി. ലേഖനങ്ങളൊക്കെ എഴുതുന്ന കുട്ടികളുണ്ടല്ലേ ജെൻസിയിലും. ഞാൻ നോക്കിയപ്പോ ഒരു 3 പേജ് എസ്സേ എഴുതി വെച്ചിരിക്കാ കൊച്ച്. അങ്ങനെ കളിയാക്കി പറയണല്ല, താങ്ക് യു സോ മച്ച്. ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ സ്നേഹം, അതെ സ്നേഹം. പിന്നെ അത് കാണുമ്പോ സന്തോഷം തോന്നുന്നല്ലേ. പിന്നെ നമ്മളെത്ര ചൈൽഡിഷ് ആണ്. അച്ഛനും സന്തോഷം, തെറി പറയേണ്ട സാധാരണ കുഴപ്പമില്ല അച്ഛന്. അല്ല, അതൊരു ചൈൽഡിഷ് ഇന്നസെന്റ് ലവ് എന്നുള്ള രീതിയിൽ പിന്നെ നല്ല ഒരു ഇൻസ്റ്റാഗ്രാം DMs ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരിക്കും. പിന്നെ ഓക്കെ, എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ടോ? പറ്റുന്ന പോലെ. കൊറേ സ്ക്രീൻ ടൈം വരുമ്പോ നമുക്ക് തന്നെ വട്ടാവൂല. സോഷ്യൽ മീഡിയ പേജിൽ തന്നെ വേറൊരു വീഡിയോ ഇപ്പൊ റീസെന്റ് 8 മില്യൺ ക്രോസ് ചെയ്തു അല്ലേ? അത് ഇഷ്കഹ എന്ന് പറയുന്ന പാട്ട്. അതിൽ സിത്താര ചേച്ചി ഒരു കോമന്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹിറ്റായി. എനിക്കും ഹിറ്റായി. നമ്മ ആ സമയത്ത് കുറച്ച്
കേട്ടിട്ട് ലൈക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നില്ലായിരുന്നോ, ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് വന്നപ്പോഴത്തേക്കും ശരിക്കും ഡിസേർവ് ചെയ്യുന്ന ആൾക്ക് തന്നെയാണ് ആ കിരീടം പോയത് എന്നുള്ളൊരു തണ്ടോട എന്നുള്ളൊരു സാധനം വന്നു എനിക്ക്. അത് എനിക്കൊന്ന് ചേച്ചിക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം കിട്ടിയതിൽ ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ഒരാളാണ് സിത്താര ചേച്ചി. അത്ര സപ്പോർട്ടീവാണ് സിത്താര ചേച്ചി. ഒരു സ്വന്തം അനിയനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും അതുപോലെയാണ് എന്നെ മാത്രമല്ല എല്ലാവരും. ചേച്ചിയോട് അടുപ്പമുള്ള എല്ലാവരും ചേച്ചി അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. ഈവൻ ഇവിടെ വന്ന ഗസ്റ്റും ഇടയ്ക്ക് ഇങ്ങനെ സെലിബ്രിറ്റി ഗസ്റ്റ് വന്നില്ലേ, അവരും സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു കോട്ട് ഒരാള് പറഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റുമോ അരവിന്ദിനെ പറ്റി? യു ബിക്കെയിം ദ സോങ്. അത് അൽഫോൻസർ പിന്നെ അതൊക്കെ നമ്മൾ മറക്കില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഉസിരെ പോകുക എന്ന് പറയുന്ന അൽഫോൻസാർ ആയിരുന്നു ഗസ്റ്റ്. അത് കഴിഞ്ഞ് അൽഫോൻസാറിന് വേണ്ടി ഒരു ട്രാക്ക് പാടാനും പറ്റും. ഗൾഫ് മാധ്യമത്തിന്റെ തന്നെ ഒരു പരിപാടിക്ക് സാറായിരുന്നു അതിന്റെ ഒരു സോങ് സാറായിരുന്നു ചെയ്തത്. അതുപോലെ ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ എടുത്ത് പാടുന്ന, അങ്ങനെ അതിൽ സക്സീഡ് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ വാശിയൊക്കെ തോന്നാറുണ്ടോ പാട്ട് പഠിക്കുമ്പോൾ? ദാസാറിന്റെ ചില സംഗതികളൊക്കെ ഉണ്ട്. ദാസാറിന്റെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല സംഗതികളൊന്നും. അപ്പൊ അത് എങ്ങനെയും പഠിച്ച് പാടാനുള്ള ശ്രമമൊക്കെ നടത്തും. അങ്ങനെ പാടിയാന്നുള്ളൂ ഇപ്പൊ സംഗതികളൊക്കെ പാടാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഇഷ്കയൊന്ന് ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം. कुछ गुनगुनी सी होने लगी है सर्दियां, ओ साया मेरा है तू और मैं तेरा, तू दिखे या तू दिखे या तू दिखे या ना दिखे तू, तेरी खुशबू खूबकू, इश्क है ये इश्क है, इश्क है ये इश्क है, इश्क है ये इश्क है, इश्क है ये इश्क है. സൂപ്പർ. ഓക്കെ, അപ്പം ഞാനിപ്പോ 2 കാർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം യെസ് സ്മൈലി, ഒരെണ്ണം നോ സ്മൈലി. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങള് സമ്മതിക്കുന്നുണ്ടെങ്കിൽ യെസ് സ്മൈലി പറയാം, അതെ, ഇല്ലെങ്കിൽ നോ. ഇന്ന് വരെ പാട്ടിന്റെ ലിറിക്സ് ഷോയിലോ പെർഫോമൻസിനിടയിലോ തെറ്റിച്ചിട്ടില്ല? ഉണ്ട്. ഓക്കെ, കേളി നളിനം എന്ന് പറയുന്നൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് സ്റ്റാർ സിംഗർ. കേളി നളിനം ആ പാട്ട് പാടിയപ്പോ കുറച്ച് ടെൻഷനിലാണ് ഞാൻ പാടിയത്. അപ്പോ പാടി വിടരുമോ ശിശിരം മനസ്സിൽ നീ വ്രീള, അങ്ങനെയൊക്കെ വാക്കുകളുണ്ട്, വ്രീള എന്നൊക്കെ ഉണ്ട്. അപ്പോ ഈ കേളിയും വ്രീളയും കൂടെ കണക്ട് ആയിട്ട് ഞാൻ പാടി ക്രേളിന്നായിപ്പോയി. വ്രീളയും കേളിയും കൂടെ എന്റെ ക്രേളിന്നായിപ്പോയി. അത് പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല, പക്ഷെ വിധിച്ചേട്ടൻ സ്പോട്ട് ചെയ്ത് പൊക്കി ക്രേളി നളിനം. അങ്ങനെ ആ പാട്ടിൽ തന്നെ ഒരു 2-3 തെറ്റും തോന്നുന്നുണ്ട് ഇതുപോലെ കോമഡി. സെക്കൻഡ് വൺ, ഇന്ന് വരെ പാടുമ്പോ വെള്ളി വീണിട്ടില്ല? നല്ല ചോദ്യം. ശങ്കര അല്ലേ? ശങ്കര മാത്രോ? വെള്ളി വീഴാത്ത പാട്ടുകളുണ്ട് അല്ല, എനിക്ക് കുറെ പാട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലേ, ഇപ്പൊ എസ്പെഷ്യലി ലൈവ് ഷോയിലൊക്കെ പാടുമ്പോഴേ വെള്ളി വീഴുമ്പോ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? വലിയൊരു തെറ്റല്ല. വെള്ളി നമ്മുടെ തൊണ്ടയുടെ അപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അകത്ത് കയറിയിരുന്ന് വെള്ളി വരുത്താണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ടെൻഷൻ ആവോ? കയ്യിന്ന് പോവോ? ഇല്ല. വെള്ളിയൊരു നാച്ചുറൽ സംഭവമായിട്ട്, വെള്ളി ഒരു വലിയ സംഭവം എന്ന് വിചാരിക്കുമ്പോഴേ പ്രശ്നം വരുള്ളൂ. അരവിന്ദ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി കോമ്പറ്റീഷൻ. സ്റ്റാർ സിംഗറിൽ ഓഫ് കോഴ്സ് എന്തായാലും കോമ്പറ്റീറ്റീവ് ആണ്, ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. മത്സരല്ലേ, ഇടയ്ക്കിടയ്ക്ക് കിളി പോവാറുണ്ട്. എന്നോട് കുറച്ചധികം നേരം സംസാരിച്ചോണ്ടിരുന്ന മനസ്സിലാവും ഞാൻ സോൺ ഔട്ടോ, ഞാൻ വേറെ ഏതോ ലോകത്തേക്ക്. പിന്നെ പിച്ചിമ്പയൊക്കെ പറഞ്ഞു കൊടുക്കും. അരവിന്ദിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ട്. സ്റ്റാർ സിംഗറിന് മാത്രമല്ലാണ്ട് തന്നെ വീഡിയോസിൽ കാണാറുണ്ട് ഒത്തിരി ഫ്രണ്ട്സ്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഡെഫിനറ്റ്ലി. മറ്റുള്ളവരുടെ മുന്നിൽ കരയാറുണ്ട്, അതില് പ്രശ്നം, ഐ മീൻ അതിലും ചമ്മലൊന്നും തോന്നിയിട്ടില്ല? കരയാറുണ്ട്, ചമ്മല് തോന്നിയിട്ടില്ല. അത് സ്റ്റാർ സിംഗറിൽ തന്നെ എത്ര തവണ കരഞ്ഞു. ചമ്മല് തോന്നാറുണ്ട്, പക്ഷെ കരയുന്ന പ്രശ്നമൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഈ ബോയ്സ് കരയുന്നത് ഒരു നാണക്കേടായിട്ടൊക്കെ പറയൂല ആൾക്കാർ, അതിനോട് എന്താ അഭിപ്രായം? എല്ലാരും മനുഷ്യരല്ലേ, ഇമോഷൻസ് എല്ലാവർക്കും ഈക്വലി ഉണ്ടാവുമല്ലോ. അത് പുറത്ത് കരഞ്ഞാലേ അത് എക്സ്പ്രസ് ചെയ്യേണ്ട സ്ഥലത്ത് അത് എക്സ്പ്രസ് ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഇന്റർവ്യൂ ഭയങ്കര ബോറാണ്? ബോറാണ് അല്ല,
ബോറില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ കംഫർട്ടബിൾ, കംഫർട്ടബിൾ അടിപൊളി. Alright. ഭയങ്കര കംഫർട്ടബിൾ. ഈ പാടാൻ നേരത്തെ ഒരു കാല് മാത്രം പൊക്കണ രസം അറിയില്ല ഞാനത് പ്രത്യേക ശൈലിയാണല്ലേ. എനിക്ക് കാല് പൊക്കുമ്പോഴാ കുറച്ചും കൂടി സ്റ്റേബിൾ ആവുക എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർ സിംഗറിൽ ചിത്രമ്മ പേര് കിട്ടു കൊറ്റി ഒറ്റക്കാലിൽ നിൽക്കുന്നേ. ഒറ്റക്കാലിൽ എന്ന് പറഞ്ഞു. അരവിന്ദ് സ്റ്റേജ് മൊത്തം ഓടിക്കറങ്ങി ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ടാ പാടുന്നത്. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഗുണമല്ല. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? എനിക്ക് വിധുചേട്ടൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം വിധുചേട്ടൻ്റെയും സിത്താര ചേച്ചിയുടെയും ഒക്കെ കണ്ടാണ് അവർ നമ്മളിങ്ങനെ ഓരോ നമ്മുടെ സീനിയേഴ്സിന്റെ അടുത്ത് നിന്ന് ഓരോന്ന് കണ്ട് പഠിച്ച്. പിന്നെ 2 ഗുണങ്ങളുണ്ട് ഈ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, അതിന്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത് ഒരു പരിപാടി സക്സസ്ഫുൾ ആവണമെങ്കിൽ ഓഡിയൻസും എൻജോയ് ചെയ്യണം 100%. അപ്പോൾ ഓഡിയൻസിനെയും കൂടെ ആക്റ്റീവ് ആക്കി ഓഡിയൻസും കൂടെ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ വൈബ് അങ്ങ് മാറും. അവരെ എങ്ങനെയും ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരെ എങ്ങനെയും ഓണാക്കുന്ന രീതിയിലാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അതാണ്. പിന്നെ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണി കുറയും. എന്ന് പറഞ്ഞാൽ ചില ഹൈ പാടേണ്ട സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മൈക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ അവർ പാടിക്കോളും. അപ്പം നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. പറ്റാത്ത സമയം അത് ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് വരേണ്ട ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി വന്നാലേ പെർഫോം ചെയ്യുന്ന ആൾക്കും അയാളുടെ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ചില സ്ഥലത്ത് പോകുമ്പോൾ ഓഡിയൻസ് കുറച്ച് എനർജി ഡള്ളായിരിക്കും. അപ്പം ആ എനർജി അപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഹാപ്പിയായി, അവരും ഹാപ്പി. പിന്നെ എവിടെയെങ്കിലും പാളിയാലും കുഴപ്പമില്ല. പാളുന്നൊന്നും പ്രശ്നമില്ല. ലൈവിലൊക്കെ സ്വാഭാവികം. എന്നാ പിന്നെ പാട്ടും പാടിയാലോ? സ്വപ്നം ഒരു ചാക്ക്. ഉടയോനോ മഷിയില്ലേ ഇവനൊരു വിധി എഴുതാൻ, കടലാസും തികയില്ലേ തവഹിതമെഴുതി വിടാൻ, ഇനിയൊരു ദിവസം തലവര തെളിയേ കഥ വഴി തിരയാനന്നു ചൊല്ലും ഇവൻ ഇതിനൊരു മറുപടി. സ്വപ്നമൊരു ചാക്ക് തലഹിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാം, ഓ നുണതരി കളരാത്തൊരു കഥ പറയാം. അകലയാണിവരുടെ കഥയിലെ നാട്, അവിടെയാണിവനുയരരുളിയ വീട്. ഈരടിയായി പാടാം നായകന്റെ ചിരപരിചിതരുടെ മൊഴി. സ്വപ്നമൊരു ചാക്ക് തലഹിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. സൂപ്പർ. അപ്പോ ഇനി വരുന്ന പ്രൊജക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാം. അതായത് എന്തൊക്കെയാണ് പ്ലാൻ, അതുപോലെ ഫിലിംസ് ഉണ്ടോ, ADN ലൈവിന്റെ തന്നെ ഷോസ് എപ്പോഴാ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? നമ്മുടെ ഓരോരോ കണ്ടന്റ് ഇപ്പോൾ വന്നു തുടങ്ങും. ഓരോരോ പാട്ടുകളുടെ പണിപ്പുരയിലാണ്. അപ്പോൾ ഉടനെ വരാൻ എനിക്ക് ആഗ്രഹമുള്ളത്, ഞാൻ ഉടനെ ഇറങ്ങുന്ന ഞാൻ പ്രതീക്ഷിക്കുന്ന പാട്ടാണ്. ഞാൻ ഈ പാട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടിൻ്റെ പേര് പരിഹാസം എന്നാണ്. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെയ്ത് ഇറക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടാണ് പരിഹാസം എന്ന് പറയുന്നത്. ആ ടൈറ്റിൽ തന്നെ നല്ലൊരു രസമുണ്ട്, പരിഹാസം. പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് മറക്കത്തില്ല. അങ്ങനെ മറക്കത്തില്ല. കാരണം എല്ലാരും നേരിടുന്ന ഒരു സാധനമാണ് ഈ പരിഹാസം. അതെ. അത് എനിക്ക് മാത്രമല്ല, ഞാൻ കുറെ പേരുടെ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. കളിയാക്കലി കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണെങ്കിൽ പോലും നമ്മള് അങ്ങോട്ടും കളിയാക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. ആ പരിധി കടന്ന് ആൾക്കാരെ കളിയാക്കുമ്പോഴാണ് അത് ഒരു മോശമായിട്ടുള്ള കാര്യമാകുന്നത്. അല്ലെങ്കിൽ എല്ലാം ഓക്കെയാണ്. അപ്പം അരവിന്ദ് ഒരുപാട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലേ. അപ്പൊ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല അഡ്വൈസ് എന്തായിരിക്കും? റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് വളരെ നല്ല പ്ലാറ്റ്ഫോംസ് ആണ് നമ്മുടെ ടാലന്റ് കാണിക്കാൻ വേണ്ടി. ഇത് തലയിലേക്ക് എടുക്കേണ്ടിരുന്നത് സാധനം. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ നെഗറ്റീവ് കമൻസ്. പിന്നെ നേരിട്ട് കാണുമ്പോഴും ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മോശമായിട്ടൊക്കെ പറഞ്ഞു എന്നൊക്കെ വരാം. വളരെ ചുരുക്കം കണ്ട, കൂടുതലും നമുക്ക് പോസിറ്റീവ് സാധനങ്ങളേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ ഉള്ളിലേക്കും നമ്മുടെ തലയിലേക്കും എടുക്കാണ്ടിരിക്കുക. റിയാലിറ്റി ഷോ അതിൽ നിന്ന് നമുക്കും കുറെ പഠിക്കാൻ പറ്റും. എൻഡ് ഓഫ് ലൈഫ് അല്ല. അത് കഴിഞ്ഞിട്ടും സാധനങ്ങളുണ്ട്.
ഭയങ്കര ഭയങ്കര തോട്ട്സ് ഒക്കെയാണ് ഈ പരിഹാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മ. അത് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോണ്ട് നമ്മുടെ കൂടെ നല്ല രീതിയിൽ നല്ല ഫണ്ണായിട്ട് സ്പെൻഡ് ചെയ്തതിൽ, ഒരുപാട് പാട്ടൊക്കെ പാടി തന്നതിൽ, ഒരു മടിയും കൂടാതെ ഗെയിം കളിച്ചതിന് ഒക്കെ ഒത്തിരി താങ്ക്സ്. അപ്പൊ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളും കൂടെ തന്നെ വേണം. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സ്നേഹവും എല്ലാം കൂടെ തന്നെ വേണം. അപ്പോൾ പരിഹാസം ഉടനെ വരും. അത് കൂടാണ്ട് എൻ്റെ ബാൻഡിൻ്റെ ഷോസും ഉടനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.